ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം. ഇത് ഹെർമിറ്റ്സ് ടോക്സിന്റെ 1265 ദിവസം. ഇന്ന് പെന്തിക്കോസ്തിക്ക് ശേഷം വരുന്ന രണ്ടാമത്തെ ഞായറാഴ്ച. ഇന്നത്തെ വിശുദ്ധ ഏവൻഗേലിയോൻ ഭാഗം ശുദ്ധമുള്ള മത്തായി 10-ാം അധ്യായം 34-ാമത്തെ തിരുവചനം മുതൽ 11-ാം അധ്യായം 1-ാമത്തെ തിരുവചനം വരെയാണ്. ഞാൻ ഭൂമിയിൽ സമാധാനം വരുത്തുവാൻ വന്നു എന്ന് നിരൂപിക്കരുത്. സമാധാനമല്ല, വാൾ അത്രേ വരുത്തുവാൻ ഞാൻ വന്നത്. ഇങ്ങനെയാണ് ഈ വേദഭാഗം ആരംഭിക്കുന്നത്. സമാധാനത്തിന്റെ രാജകുമാരനായ യേശുതമ്പുരാൻ, ഞാൻ വന്നത് ഭൂമിയിൽ സമാധാനം വരുത്തുവാനല്ല, വാൾ അത്രേ വരുത്തുവാൻ ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറയുന്നു. എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഒരു യുദ്ധത്തെക്കുറിച്ചല്ല യേശുതമ്പുരാൻ ഇവിടെ പ്രതിപാദിക്കുന്നത്. ഓരോ ക്രിസ്ത്യാനിയുടെയും ജീവിതത്തിൽ എടുക്കേണ്ടതായ തീരുമാനത്തെക്കുറിച്ചാണ്. യേശുവിന്റെ സുവിശേഷം എല്ലാവരെയും ഒരു തീരുമാനത്തിലേക്ക് വിളിക്കുന്നു. സത്യത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു തീരുമാനത്തിലേക്ക് നാം വരണം. ചിലർ അതിനെ തള്ളിക്കളയുന്നു, ചിലർ അതിനെ സ്വീകരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരേ വീട്ടിൽ വിഭിന്നങ്ങളായ അഭിപ്രായങ്ങൾ ഉണ്ടാകുവാനായിട്ട് ഇടയാകുന്നു. എന്നേക്കാൾ അധികമായി അപ്പനെയോ അമ്മയെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് ചേരുന്നവനല്ല എന്ന് ദൈവത്തിന്റെ വചനം നമ്മോട് പറയുമ്പോൾ, പ്രിയമുള്ളവരെ, കുടുംബത്തെ സ്നേഹിക്കേണ്ട എന്നല്ല അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദൈവത്തിന് ജീവിതത്തിൽ 1-ാം സ്ഥാനം കൊടുക്കണം എന്നാണ്. കുടുംബം ദൈവത്തിന്റെ ദാനമാണ്. എന്നാൽ ദാതാവിനേക്കാൾ ദാനം വലിയതാകുവാനായിട്ട് പാടില്ല. സ്നേഹത്തോടെ, ത്യാഗത്തോടെ, സഹനത്തോടെ, വിശുദ്ധിയോടെ തന്റെ കുരിശെടുത്തുകൊണ്ട് യേശുവിന്റെ പിന്നാലെ പോകുവാനായിട്ട് പ്രിയമുള്ളവരെ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ചെറിയ ശുശ്രൂഷകൾ പോലും ദൈവത്തിന്റെ രാജ്യത്തിൽ അംഗീകരിക്കപ്പെട്ടതാണ് എന്ന് തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഒരു നല്ല വാക്ക്, ഒരു കുഞ്ഞു പ്രാർത്ഥന, ഒരു ചെറിയ സഹായം, ഒരു ചെറിയ ആശ്വാസവാക്ക്, ഇവയെല്ലാം ദൈവത്തിന്റെ സന്നിധിയിൽ സ്വീകരിക്കപ്പെടുമെന്നുള്ളതായ ബോധ്യത്തോടു കൂടെ ദൈവത്തിന്റെ വചനത്തോട് ചേർന്ന് നിൽക്കുവാൻ, ആ വിളിയിലേക്ക് വരുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അതിനുള്ള കൃപ തമ്പുരാൻ നൽകട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.